മുത്തുമണീസ്, ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ ഇതിപ്പോൾ എന്താ നുറുക്കിയൊക്കെ വെച്ചിട്ടുള്ളത്? ഹെൽത്തി ഫുഡ് ഉണ്ടാക്കാനാട്ടോ, ഹെൽത്തി ജ്യൂസാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മുടെ ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കാന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? ഇതാ കുറച്ച് പീസൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്തൊക്കെ പീസാണ് ഏതൊക്കെ പീസാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അപ്പതേ ഞാൻ വീഡിയോൻ്റെ വഴി ഇതൊക്കെ പറഞ്ഞുകൊണ്ടാ പോണത് കേട്ടാ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. എന്താവും ഏകദേശം ഒരു ഊഹമൊക്കെ കിട്ടിയില്ലേ? അപ്പം അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മധുരക്കിഴങ്ങാണ് കേട്ടോ. മധുരക്കിഴങ്ങ്, ഉണ്ടക്കിഴങ്ങ്, ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയും. ചക്കരക്കിഴങ്ങ് എന്നും പറയും ചിലര്. അപ്പം അതാണ് നമ്മൾ മെയിനായിട്ട് എടുത്ത്. അപ്പം നമ്മുടെ ഉണ്ടക്കിഴങ്ങ് അഥവാ മധുരക്കിഴങ്ങ് ഞാനിതാ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെക്കണേ. ക്യാരറ്റും തൊലി കളഞ്ഞ് ക്യാരറ്റ് മധുരക്കിഴങ്ങും വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ജ്യൂസിന്ന്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നല്ലോണം കളയുന്നുണ്ട്. തൊലി കളഞ്ഞിട്ട് പുഴുങ്ങിയെടുത്താൽ നമ്മൾ വൃത്തിയാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ല നമ്മൾ പുഴുങ്ങിയിട്ടാണ് തൊലി കളയണമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്യാരറ്റിൻ്റെയും തൊലി കളഞ്ഞ് 2 ക്യാരറ്റ് ഒരു വലിയ പീസ് മധുരക്കിഴങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2-3 ദിവസത്തിനൊക്കെ ഉണ്ടാവും കേട്ടോ. കുറേ ആളുള്ള വീട്ടിൽ ഒരു ദിവസത്തിനൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ആളല്ലേ ഉള്ളൂ, അപ്പോൾ 2-3 ദിവസത്തിനൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ ക്യാരറ്റും ഇതും മധുരക്കിഴങ്ങ് എടുത്ത് വെച്ചേക്ക്. അപ്പോൾ ക്യാരറ്റ് നുറുക്കിയിട്ടാ. മധുരക്കിഴങ്ങ് നുറുക്കണമെങ്കിൽ കൈ കൊണ്ട് നുറുക്കിയിട്ട് മറ്റേ പീസ് ആവുള്ളൂ, പൂളൊക്കെ വെട്ടണ പോലെ. അപ്പം ഞാൻ കട്ടിംഗ് ബോർഡിൽ തന്നെ വെച്ചിട്ടാണ് വെട്ടണത്. അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങും ക്യാരറ്റും ഇവിടെ പീസ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇത് ഇനി നമുക്ക് പുഴുങ്ങിയെടുക്കണം കേട്ടോ. പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കുക്കറിലോട്ട് ഇട്ടിട്ട് ഇത് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. കുക്കറിൽ അത്യാവശ്യം വേവണം. ഒരു 2 വിസിൽ 3 വിസിൽ. ചില കുക്കറിന് 3 വിസിൽ വേണ്ടി വരും, ചില കുക്കറിന് 2 വിസിൽ വേണ്ടി വരും. ഞാനിതാ നമ്മൾ നുറുക്കി വെച്ചതൊക്കെ നമ്മൾ കുക്കറിലോട്ടിട്ട് അതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ആവി കയറ്റി. ഒരു 3 വിസിലാണ് ഞാൻ വരിച്ചത്. ചില കുക്കറിന് 2 വിസിലൊക്കെ മതിയാവും കേട്ടോ. 3 കുക്കർ എയർ അപ്പം തന്നെ നമ്മൾ അതിൻ്റെ എയറൊക്കെ ഒഴിവാക്കണമെങ്കിൽ 3 വിസിലൊക്കെ ആക്കുക. അല്ലെങ്കിൽ 2 വിസിലും അതിൻ്റെ ബാക്കി എയറിലും കൂടി അത് വെന്ത് കിട്ടും. അങ്ങനെ നമ്മൾ ക്യാരറ്റും മധുരക്കിഴങ്ങും കൂടി പുഴുങ്ങാൻ വെച്ചൊരു കുറച്ച് ടൈം ആയപ്പോഴേക്കിനും അത് വെന്തായി. വേവിൻ്റെ ടൈമിങ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ഇതായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഒരു ഈത്തപ്പഴം കുതിർക്കാൻ വെച്ചതാണ്. ഒരു 7 ഈത്തപ്പഴം പോലെ ഉണ്ടാവും. മധുരം നിങ്ങൾക്ക് അനുസരിച്ച് എടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ ഒരു 3 ഏലക്കയുടെ കുരും ഈ ഈത്തപ്പഴം കുതിർത്തത് കുരു കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ടു. പിന്നെ അതിലോട്ട് കട്ട പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. പോരാത്തതിന് ഇത്തിരി കൂടി പാലോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. കട്ടപ്പാലുണ്ടെങ്കിൽ ഒന്ന് തിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മധുരക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ട് അതിന് ശേഷമാണ് ഈന്തപ്പഴം ഏലക്ക കുരു ഒക്കെ പൊടിച്ചിട്ട് അങ്ങനെ നമ്മളിതാ മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നിട്ട് അപ്പം അടിപൊളി സെറ്റ് ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഈന്തപ്പഴത്തിന് കുറച്ച് അടിക്കുമ്പോൾ കുറച്ച് അടിക്കൽ കുറവുണ്ട് തോന്നുന്നത്. കട്ട വീഴുന്നുണ്ട്. ഈന്തപ്പഴമാണ് ഞാൻ നോക്കി. എന്തായാലും നമ്മളെ ഹെൽത്തി ജ്യൂസാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ജ്യൂസ്. ഈ ജ്യൂസിൽ നമ്മൾ മധുരം യൂസ് ചെയ്തിട്ടില്ല, പഞ്ചസാര യൂസ് ചെയ്തിട്ടില്ല. അതിന് പകരം നമ്മൾ ഈത്തപ്പഴമാണ് ഉപയോഗിച്ചത്. പിന്നെ ഹെൽത്തി ഫുഡായ മധുരക്കിഴങ്ങും ക്യാരറ്റും നമ്മൾ യൂസ് ചെയ്തത്. അതിലോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ നമ്മൾ വാനില എസൻസ് വേണമെങ്കിൽ വാനില എസൻസ് വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കട്ടോ. ഏലക്കായാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പം നമ്മുടെ അടിപൊളി ഹെൽത്തി ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈ ഹെൽത്തി ഫുഡ് യൂസ് ചെയ്ത്